ഗുഡ് മോർണിംഗ്. പലർക്കും ഫേവറേറ്റ് ആയിരിക്കത്തില്ലേ ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്? പർപ്പിൾ ആണെങ്കിൽ ഇതിന്റെ ഗ്രീൻ ലീവ്സ് വന്നിട്ട് പിങ്ക് ഫ്ലവർ വരുന്ന ബട്ടർഫ്ലൈ പ്ലാന്റിന് തേടി നടക്കുമായിരുന്നു. ക്ലോവർ ഫാമിലിയിൽ പെട്ടതാണെങ്കിലും നമ്മൾ ഗ്രീൻ ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണല്ലോ വിളിക്കുക. ഇവിടെയും കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2 ബൾബ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 ദിവസമായി കാണും ഇത് നട്ടിട്ട്. ഇതിന്റെ ലീഫ് ഒന്ന് നോട്ട് ചെയ്താൽ ഒരു ഗ്രീൻ ടച്ച് ഒക്കെ വരുന്നുണ്ട്, എന്നാലും ആള് പർപ്പിൾ പോലെയാണ് ഇരിക്കുന്നത്. ആദ്യം കാണിച്ചിട്ടുള്ള പർപ്പിൾ ബട്ടർഫ്ലൈ ആണെങ്കിൽ 3G ആയി. ഇപ്പൊ നല്ല വെയിലായതുകൊണ്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വെയിലടിച്ച് മണ്ണെല്ലാം കട്ടയായിട്ട് ഇരിക്കുന്നുണ്ടായി. 10 മണിയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഇതിൽ തന്നെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. ഇന്നലെ വൈകിട്ട് ഞാൻ തൂക്കിയിട്ടിരുന്ന ചെടിയാണ് കേട്ടോ ഇത്. കയറി കുറച്ച് ഓൾഡ് ആയിരുന്നു. അതുമല്ല ചട്ടിയുടെ വെയിറ്റ് കാരണം രാവിലെ നോക്കിയപ്പോൾ താഴെ വീണ് കിടക്കുന്നതാണ് കണ്ടത്. ഈ ഒരു മോസ് റോസ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. അതിന്റെ ലീവ്സ് കണ്ടാൽ അറിയാം കുറച്ച് വലുതായിരിക്കും. പൂക്കളുടെ പെറ്റൽസിന് കുറച്ചുകൂടെ വീതി ഉണ്ടായി. നമ്മുടെ സോയിലും ക്ലൈമറ്റ് ഒക്കെ അനുസരിച്ച് ചെടികളിൽ നല്ല വ്യത്യാസം ഉണ്ട്. നിങ്ങളുടെ 10 മണി നല്ല വെയിലത്തെല്ലാം ഇരിക്കുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റി വെച്ചോ.